ഹായ് മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പ്രോബ്ലംസ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവരും പഠിച്ചു അല്ലേ? സാർ ഇന്ന് സെക്ടറിൻ്റെയും സെഗ്മെൻറ്റിൻ്റെയും കുറിച്ച് പ്രോബ്ലംസാണ് സാർ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് 6 cm ആൻഡ് ദ ആംഗിൾ ഓഫ് ദ സെക്ടർ ഈസ് 60 degree. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സെക്ടറുണ്ട്. ആ സെക്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 6 cm തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിളും തന്നിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 60 degree തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെക്ടർ വരയ്ക്കാൻ മതിയോ അല്ലേ? എങ്ങനെ നമ്മൾ സെക്ടർ വരയ്ക്കുന്ന? ഒരു സർക്കിളിൻ്റെ ചെറിയൊരു പോർഷൻ. ഇതാണ് നമ്മുടെ സെക്ടർ. ഈ ആംഗിളാണ് തീറ്റ. ഇത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്? 60 degree എന്നും. ഈ റേഡിയസ് ആണ് 6 cm. സാർ ഇതിൻ്റെ പേര് കൊടുക്കാം. OAB എന്ന് പേര് കൊടുത്തു. OAB. അങ്ങനെയാണെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ, സെക്ടർ ഓഫ് OABയുടെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാർ അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് സെക്ടർ OAB ഇസ് ഈക്വൽ, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റയുടെ വാല്യൂ 60 ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7, ആറിൻ്റെ വാല്യൂ 6 × 6. സാർ ഇവിടെ നിന്നൊരു 6 0 ക്യാൻസൽ ചെയ്താൽ ഒരു 6ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 6 ടൈംസ്. ഇവിടെ നിന്നൊരു 6ഉം ഇവിടെ നിന്നൊരു 6 എന്ത് ചെയ്താൽ ക്യാൻസൽ ചെയ്താൽ ബാലൻസ് ഉള്ള 22 × 6 132 ഡിവൈഡഡ് ബൈ 7 cm². ഏരിയ ആയതുകൊണ്ടാണ് cm² എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏരിയ എത്ര കിട്ടി? 132/7 cm² എന്ന് കിട്ടി. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്താണ്? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്നതാണ് സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഈസ് 22. അതായത് ഒരു ക്വാഡ്രന്റ്, ഒരു സർക്കിളുണ്ട്. സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് 22. ഓക്കെ, ഒരു ക്വാഡ്രന്റ് ആയിട്ട് വരുന്ന ഒരു സർക്കിളിൻ്റെ ഒരു ക്വാഡ്രന്റ് പോർഷൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സർക്കിൾ, ഇതാണ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് സി വെച്ചാൽ നമ്മൾ സർക്കംഫറൻസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 22 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. 22 cm എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? ഇതിനെ നമുക്ക് ക്വാഡ്രന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പോർഷനായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. ഇതാണ് ഒരു ക്വാഡ്രന്റ്. ഈ ഒരു ആംഗിൾ എത്രയാണ്? തീറ്റ എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 90 degree. ഓക്കെ, ഈ ഒരു ക്വാഡ്രന്റിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ടറാണ് അല്ലേ? ആ സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. പക്ഷേ നമുക്ക് ആർ ഇവിടെ തന്നിട്ടില്ല. ആറ് നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ ആറ് കണ്ടുപിടിക്കണം. തീറ്റ ഉണ്ട്. തീറ്റ ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്കറിയാം 22/7. പക്ഷേ ആറിൻ്റെ വാല്യൂ അറിയത്തില്ല. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് ഈ സാധനം തന്നിരിക്കുന്നത്. സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. സി എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr is equal to 22. So pi r square is equal to 22/2. So r square is equal to എത്രയെന്ന് കിട്ടും മക്കളെ? 22 ഡിവൈഡ് ബൈ 2നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 11 അല്ലേ? ഈ പൈയും കൂടി അപ്പുറത്ത് കൊണ്ടാം. 11/π. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 11/22/7. മേലിൽ കൊടുത്ത ആർ സ്ക്വയർ അല്ല, ആറാണ് കേട്ടോ മക്കളെ. ആർ ഇസ് ഈക്വൽ ടു മേലിൽ പോയി ക്യാൻസൽ ചെയ്യാം. 7/2. ആറിൻ്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 7/2 എന്ന് കിട്ടി. നമുക്ക് ആ ക്വാഡ്രന്റ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ട. ക്വാഡ്രന്റ് ഏരിയ ഓഫ് ദി ക്വാഡ്രന്റ് ഇസ് ഈക്വൽ ടു, ക്വാഡ്രന്റ് പേര് കൊടുക്കാം സാറ്, OAB. OAB is equal to theta by 360. തീറ്റയുടെ വാല്യൂ 19/360 ഇൻറ്റു പൈ 22/7 ഇൻറ്റു ആർ 7/2 ഇൻറ്റു ആർ സ്ക്വയർ ആണ്. 7/2 ഇൻറ്റു 7/2. 0 ക്യാൻസൽ കളയാം. ഒരു 7 ക്യാൻസൽ കളയാം. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും ഇല്ല? ക്യാൻസലായി പോകത്തില്ല. ഇനി മൾട്ടിപ്ലൈ എടുക്കുമ്പം 77/8 cm². 77/8 cm². ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 9 ഉം 9 തമ്മിൽ ക്യാൻസൽ ചെയ്യാം കേട്ടോ. 9 × 3 = 6 നമുക്ക് ക്യാൻസൽ ചെയ്യാം.
3 വെച്ച് ക്യാൻസൽ ചെയ്താൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 77/8 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒന്നുകൂടി സാർ പറയാം, നമുക്കിവിടെ ആകെ തന്നിരിക്കുന്ന സർക്കംഫറൻസും ഒരു ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയാം. സോ സാർ ആദ്യം സർക്കംഫറൻസിൻ്റെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തിട്ട് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മുടെ സെക്ടറിൻ്റെ ഏരിയനകത്ത് ഇക്വേഷനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തു. ക്ലിയർ ആണല്ലോ മക്കളെ? സംശയമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് ലെങ്ത് ഓഫ് the minute hand clock is 14 centimeter. Find the area of the stopping minutes in the 5 minutes hand in the 5 minutes. അതായത് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോക്ക്, ആ ക്ലോക്കിൻ്റെ ഇത് ഇങ്ങനെ നിൽക്കുകയാണ് ക്ലോക്ക്. ഇത് മിനിറ്റ് സ്വിച്ച് 14 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ അറിയത്തില്ല, തീറ്റ OAB എന്നുള്ള പോർഷൻ. ഈ പോർഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം സെക്ടറാണ്. ഓക്കെ, ആറ് നമുക്കറിയാം, ആറ് നമുക്ക് തന്നിട്ടുണ്ട്. R = 14 സെൻറ്റിമീറ്റർ. തീറ്റ വേണം അല്ലേ? തീറ്റ ഒക്കെ നമുക്കറിയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മിനിറ്റ് 360 / 60 ആണ്. ദാറ്റ് മീൻസ് 60 ഡിഗ്രിയാണ്. ഇവിടെ എത്ര മിനിറ്റ് എന്ന് പറയുന്നത്? 5 മിനിറ്റ്സ്. സോ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 1 മിനിറ്റ് ഇൻറ്റു 6 ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 5 × 6 ദാറ്റ് മീൻസ് 30 ഡിഗ്രി. അപ്പോൾ 5 മിനിറ്റ്സ് ആകുമ്പോൾ അവിടെ വരുന്ന തീറ്റ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? തീറ്റ = 30 ഡിഗ്രി. ഡയറക്റ്റ് ഇക്വേഷൻ ആണല്ലേ? സെക്ടർ ഏരിയ ഓഫ് ദി സെക്ടർ = സെക്ടർ OAB = 13/360 × 22/7 × 14 × 14. 0 ക്യാൻസൽ ചെയ്യാം. 12 7 7. അപ്പോൾ എത്ര കിട്ടും? ഇത് ക്യാൻസൽ ചെയ്യാൻ 11 6. അപ്പോൾ എല്ലാം സിംപ്ലിഫൈ ഒക്കെ പോയി കഴിയുമ്പോൾ 154/3 സെൻറ്റിമീറ്റർ സ്ക്വയർ. 154/3 സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ. എളുപ്പമല്ലേ മക്കളെ? സാറ് ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. 1 മിനിറ്റിൻ്റെയും 1 അവറിൻ്റെയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സാറ് പഠിപ്പിച്ചായിരുന്നു. മക്കളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം, നല്ല കുട്ടികളല്ലേ? അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ കോഡ് ഓഫ് എ സർക്കുലർ റേഡിയസ് 10 സെൻറ്റിമീറ്റർ സബ്സ്റ്റൻഡ് ഇൻ ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഓഫ് ദ സെൻറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി കറസ്പോണ്ടിങ് മൈനർ സെഗ്മെൻറ്റ് ആൻഡ് മേജർ സെഗ്മെൻറ്റ്. തീറ്റ = 3.14 എന്നാണ് യൂസ് ചെയ്യുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സർക്കിള്, നമ്മുടെ സർക്കിൾ, ആ സർക്കിളിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് ട്രയാങ്കിൾ. OAB എന്ന് പേര് കൊടുത്തു. ഇത് C. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. ഇത് D. ഇവിടെ ഒരു മൈനർ സെഗ്മെൻറ്റും ഉണ്ട്, അതുപോലെ മേജർ സെഗ്മെൻറ്റും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം ചോദിച്ചിരുന്നു. സാർ അപ്പോൾ ആദ്യം ചെയ്യാൻ പോകണം, അവർ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ പോകും. 6 സാറിന് തന്നിട്ടുണ്ട്. R = 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. സോ തീറ്റ/2 എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ സാർ തന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. ഒന്നാമത്തെ കാര്യം, ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട മൈനർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സാർ ആദ്യം കണ്ടുപിടിക്കാൻ പോണത് ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് ACB എന്ന് പറയുന്നത് മൈനർ സെഗ്മെൻറ്റ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഇക്വേഷൻ. തീറ്റ/360 × πr² മൈനസ് r² sin θ/2 × cos θ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. എല്ലാ വാല്യൂ നമുക്കറിയാം. സാറിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. തീറ്റയുടെ വാല്യൂ 90, 360, 3.14 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 3.14 യൂസ് ചെയ്തിരിക്കുന്ന. ആറിൻ്റെ വാല്യൂ 10 × 10 മൈനസ് 10² sin 45 cos 45. സാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല അല്ലേ? ഇനി ഇത് സിംപ്ലിഫൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് 0 ക്യാൻസൽ ചെയ്ത് കളയണം. അതുപോലെ 4ഉം 10ഉം ഒക്കെ തമ്മിൽ ക്യാൻസൽ കളയാം. ഇവിടുത്തെ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് 19 എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 314 / 4 എന്ന് കിട്ടും. മൈനസ് ഇവിടെ sin 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ആണ്. sin
45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അതുപോലെ cos 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പം 10 സ്ക്വയർ ഇൻറ്റു 1/√2 ഇൻറ്റു 1/√2. √2 2 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 114 4 മൈനസ് 100 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. 114 ഡിവൈഡഡ് ബൈ 4 മൈനസ് 100 മൈനസ് 2 എന്ന് കിട്ടും. സാർ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 2 വെച്ചുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും? 157/2 മൈനസ് 100 ഡിവൈഡ് ബൈ 2. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 157 മൈനസ് 100 ഡിവൈഡ് ബൈ 2. ദാറ്റ് മീൻസ് 57/2. ദാറ്റ് മീൻസ് 28.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം മൈനർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടി? 28.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? മേജർ സെഗ്മെൻറ്റിൻ്റെ ഏരിയയും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഏരിയ ഓഫ് മേജർ സെക്ടർ AOBD. AOBD. അപ്പോൾ ആ ഏരിയ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ θ/360 ഇൻറ്റു πr² ആണ്. അപ്പോൾ അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആണ് അല്ലേ മക്കളെ? അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഇതാണ് അവിടുത്തെ തീറ്റ. ആ തീറ്റ എങ്ങനെ കണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം? 360 മൈനസ് 90 എന്നാണ് അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. അതായത് ഈ പോർഷൻ്റെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത തീറ്റ അപ്പോൾ എത്ര വരും മക്കളെ? 360 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി. ദാറ്റ് മീൻസ് തീറ്റയുടെ വാല്യൂ 270 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ സെയിം ആണ് 10 സ്ക്വയർ. ദാറ്റ് മീൻസ് 10 ഇൻറ്റു 10. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 270/360 ഇൻറ്റു 140 കിട്ടും. ദാറ്റ് മീൻസ് 235.7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ മക്കളെ? സംശയം ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈനർ സെഗ്മെൻറ്റും മേജർ സെക്ടറും കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നമ്മളിപ്പം ചെയ്തത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ θ/360 ഇൻറ്റു πr² മൈനസ് r² sin θ/2 ഇൻറ്റു cos sin θ/2. മേജർ സെഗ്മെൻറ്റ് AOB കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ θ/360 ഇൻറ്റു πr². ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 90 എടുക്കരുത്. ആ പോർഷൻ നോക്കണം. ആ പോർഷൻ്റെ ആണ് തീറ്റ. അവിടെ വരുന്ന ആംഗിൾ 270 ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തേ എടുക്കാവുള്ളൂ മക്കളെ? 270 എടുക്കാവുള്ളൂ. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ എ സർക്കിൾ റേഡിയസ് 21 സെൻറ്റിമീറ്റർ ആൻഡ് ആർക്ക് സബ്സ്റ്റൻഡ് ബൈ ദ 60 ഡിഗ്രി സെൻറ്റർ. ഫൈൻഡ് ഫസ്റ്റ് വൺ ലെങ്ത് ഓഫ് ദ ആർക്ക്, സെക്കൻഡ് വൺ ഏരിയ ഓഫ് ദ സെക്ടർ ഫോംഡ് ബൈ ദ ആർക്ക്, തേർഡ് വൺ ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് ഫോംഡ് ബൈ ദ കറസ്പോണ്ടിങ് കോഡ്സ്. 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ ചോദിച്ചിരുന്നത്. എളുപ്പമായിരിക്കും മക്കളെ. നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ള ചാപ്റ്ററാണ്. എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൊണ്ടാണ് ഇത്. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെച്ചിട്ട് ആദ്യം ഒരു ഫിഗർ വരയ്ക്കാം. സർക്കിള്, ആംഗിള്, തീറ്റ, OABC, ട്രയാങ്കിള്, സെക്ടർ, റേഡിയസ് അകത്തിൽ 6 ഇല്ല. ആറിൻ്റെ വില അവർ തന്നിട്ടുണ്ട്. ആറിൻ്റെ വില എത്ര തന്നിട്ടുണ്ട്? 21 സെൻറ്റിമീറ്റർ. തീറ്റ 60 ഡിഗ്രി അവർ തന്നിട്ടുണ്ട്. പൈയുടെ വാല്യൂ ഇത് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്ന. പൈയുടെ വാല്യൂ അവരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ യൂസ് ചെയ്യാം. അപ്പം അത്ര എഴുതി. ഇനി ഓരോന്നും തന്നിട്ടുണ്ടോ മക്കളെ? ഇനി ഒന്നും തന്നിട്ടില്ല. ഇനി സാർ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OAB എന്ന് പറഞ്ഞൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് ഉണ്ടല്ലോ. അവിടെ OAയുടെ നീളവും OBയുടെ നീളവും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് രണ്ടും എത്ര തന്നെയാണ്? 21 സെൻറ്റിമീറ്റർ ആണ്. അവിടെ വരുന്ന ആംഗിൾ AOB എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് ആണല്ലോ മക്കളെ. അതുകൊണ്ട് നമുക്ക് പറയാം ആ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ അതായത് ട്രയാങ്കിൾ OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ അത് എഴുതി. ഇത്രയും കാര്യങ്ങളാണ് സാർ ഇപ്പോൾ എഴുതി വെച്ചിരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി. നമുക്കിനി ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ലെങ്ത് ഓഫ് ദ ആർക്ക്. ഏത് ആർക്കാണ്? AB. ABയുടെ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ആണ്. നമ്മൾ ഇനി പഠിക്കുന്ന θ/360 ഇൻറ്റു 2πr.
തീറ്റയുടെ വാല്യൂ 60/360 ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു 21. ക്യാൻസൽ ചെയ്യാൻ 3 0 ക്യാൻസൽ ചെയ്യാൻ 6 ക്യാൻസൽ എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ 22 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് കിട്ടി. ലെങ്ത് ഓഫ് ദ ആർക്ക് ഇസ് ഈക്വൽ ടു 22 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് ദി സെക്ടർ AOB ഫോംഡ് ബൈ ദ ആർക്ക് ഉൾപ്പെടെ വരുന്ന അതിൻ്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മീൻസ് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഫുൾ പോർഷൻ വേണം, തീറ്റ യൂസ് ചെയ്താൽ മതി. തീറ്റയുടെ വില നമുക്കറിയാം 360 ഇൻറ്റു πr², ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സോ തീറ്റയുടെ വില 60/360 ഇൻറ്റു 22/7 ഇൻറ്റു 21 ഇൻറ്റു 21. ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 231 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 231 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതും കഴിഞ്ഞു. എളുപ്പമായിരുന്നു അല്ലേ? ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്തുവായിരിക്കേണ്ട? ഏരിയ ഓഫ് ദി സെഗ്മെൻറ്റ് ABC. ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് ABC. ഇതിൻ്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ആ സെഗ്മെൻറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ സെക്ടറിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ആ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും ആ ട്രയാങ്കിൾ ഏരിയ, അതായത് ഈ ഷെയ്ഡഡ് പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊത്തം സെക്ടറിൻ്റെ ഏരിയ ഓഫ് ദി സെക്ടറിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് മതി? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ സെക്ടറിൽ നിന്ന് സാർ എന്ത് സബ്ട്രാക്ട് ചെയ്യുക? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ സബ്ട്രാക്ട് ചെയ്തു. ഏരിയ ഓഫ് ദ സെക്ടർ നിങ്ങൾ കാൽക്കുലേറ്റ് ഉണ്ട് 231. എത്രയാണ്? 231 ഏരിയ ഓഫ് ദി സെക്ടർ. ഇനി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. √3/4 A² എന്ന് പറയുന്ന ഇക്വേഷൻ. A എന്ന് പറഞ്ഞിടത്ത് റേഡിയസ് ആണ്. ഇത് 21. സെക്ടറിൻ്റെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ കാൽക്കുലേറ്റ് ഇക്വേഷൻ √3/4 ഇൻറ്റു A² ആണ് ഇക്വേഷൻ. സോ ആ ഇക്വേഷനാണ് സാർ അവിടെ യൂസ് ചെയ്ത്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 231 21 ഇൻറ്റു 21 നമുക്ക് 441 √3/4 സെൻറ്റിമീറ്റർ സ്ക്വയർ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ 4 വെച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് എഴുതാം. √3 ഉള്ളതുകൊണ്ട് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടി ചോദിച്ചാൽ 4 ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എന്നും പറഞ്ഞു വേണമെങ്കിൽ എഴുതാം. അത്ര ഓൾവ് ചെയ്യാവുന്ന. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഇക്വേഷൻസ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയും ഇക്വേഷൻസ് പഠിക്കാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് പെട്ടെന്ന് തന്നെ പഠിക്കട്ടെ. ഇനി ഇന്നത്തെ ക്ലാസ് സാർ വൈൻഡപ്പ് ചെയ്യുക. അടുത്ത ദിവസം ഇതിൻ്റെ ബാലൻസ് പ്രോബ്ലം ആയിട്ട് സാർ വരാം. താങ്ക് യു.